അല്ലാഹു തആല ആലിമീങ്ങൾ മുതഅല്ലിമീങ്ങൾ അവരൊക്കെ ഇഷ്ടം വെക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നീട്ടി പരത്തിയൊന്നും പറയുന്നില്ല അല്ലേ. രാഗം തീരുന്നതിന് മുമ്പ് പാട്ട് നിർത്തണം എന്നാണ്. ആൾക്കാർ സമയം നോക്കുന്നൊരവസ്ഥ എത്താൻ പാടില്ല. നിർത്താനായ പിന്നെ ലാസ്റ്റ് മെല്ലെ ഫോൺ ചെവിക്കും വെച്ചോണ്ട് ഒറ്റ പോക്ക് മെല്ലെ ഫോൺ വന്ന പോലെ. അപ്പൊ ആരും ഒന്നും പറയാനില്ലല്ല. അങ്ങനെ എന്തോ ആക്കുന്നതിന് മുന്നെ നമുക്ക് നിർത്താം അല്ലേ. ഞാൻ ഒസങ്ങാടി ഭാഗത്ത് പ്രസംഗമെല്ലാം കഴിഞ്ഞപ്പോൾ ഓർ പറഞ്ഞു, ഉസ്താദ് നാടൻ ഭാഷ ഇല്ലാത്തതിനോണ്ട് വലിയ റാഹത്തായിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വരുമ്പോൾ ഹത്തിബോർഡ് ഇട്ടിട്ട് നാടൻ ഭാഷയല്ല മലയാളം, നമുക്ക് ഏത് വേണമെങ്കിൽ റേഞ്ച് ഒരു ബക പിടിക്കുന്നു ഫുള്ളല്ലെങ്കിലും. ഇൻഷാ അല്ലാഹ് നമുക്ക് അന്ന പോലെയെല്ലാം പറഞ്ഞിട്ട് കുറേ ബുദ്ധിമുട്ടായിട്ട് കുറേ വിഷയമെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ ഒരു എല്ലാത്തിനും ഒരു ലിമിറ്റ് വേണമെന്നാണ്. എല്ലാത്തിനും ദുആക്കാണെങ്കിലും ശരി, നിസ്കാരാണെങ്കിലും ശരി, പ്രസംഗമാണെങ്കിലും ശരി, കുറേ ആകാൻ പാടില്ല എന്നാണ്. കുറച്ചായാൽ മതി. നിങ്ങളൊക്കെ കുറച്ച് നേരം എല്ലാവരും ആവേശത്തോടെ ഇരിക്കുക. ആ ഇരിക്കുന്ന ആളൊന്ന് മുമ്പിലൊന്ന് കസേരയിൽ ഇരുന്നെങ്കിൽ നമുക്ക് റായത്ത് കൂടുതലുണ്ടായി. പോകുമ്പോൾ വേഗം പോവാ, പ്രശ്നമൊന്നുമില്ല, വേഗം നിർത്തും. ആർക്കെങ്കിലും ഇരിക്കാൻ പറ്റുമോ മുമ്പിൽ? ഇങ്ങനെ കാറ്റ് കുറവുണ്ടാ? അൽഹംദുലില്ലാഹ്. ഇരിക്കുന്നു പറയുന്നതിന് മുമ്പ് അല്ലാഹു തആല അതാ എല്ലാവരും തൊപ്പിയെല്ലാം വെച്ചിട്ട് തലക്ക് ടവലെല്ലാം കെട്ടിയിട്ട് പറയുന്നതിന് മുമ്പ് മനുഷ്യന്മാരെല്ലാം എണിച്ചു വന്നു. അല്ലാഹു തആല ഈ നല്ല വിഷയത്തിൽ വേഗം വരുന്ന ആൾക്ക് സ്വർഗത്തിലേക്ക് വേഗം പോകാന്നാണ്. എങ്ങനെ? നിസ്കാരത്തിന് വന്ന് ആദ്യ സഫിൽ നിൽക്കുന്ന ആള്. നമ്മളെല്ലാം എങ്ങനെ ഇവിടുന്ന് വരുമ്പന്നെ മീത്തൊക്കെ നോക്കിക്കൊണ്ട് വരുന്നത് ഏടെ ഫാൻ ഉള്ളതെന്ന്, ഫാൻ്റെ അടിയിൽ ഇരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഓരോരുത്തർ പിള്ളർ നോക്കിക്കൊണ്ട് വരുന്നത് പിള്ളർക്ക് ചാരിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയല്ല, ഇമാമിൻ്റെ ഏറ്റവും അടുത്തായിട്ട് നിൽക്കുക, വേഗം തീർക്കുക. നിസ്കാരമായെങ്കിലും വയലായെങ്കിലും ദുആ ആണെങ്കിലും ഒക്കെ. ഇപ്പൊ മക്കാമിൽ അത്ര ദുആയിരുന്നത് ഉസ്താദ് പറഞ്ഞു ഇടുന്ന സ്റ്റേജിൽ നിന്ന് ദുആ ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ ആ സ്റ്റേജിന്റെ ദുആവും മക്കാമിന്റെ ദുആവും കൂട്ടിയിട്ട് ആടുന്ന ദുആയിരുന്നതാണ്. ഫകാന സ്വലാത്തുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖസ്താനാണ്. ഹബീബ് തങ്ങളുടെ ഫർള് നിസ്കാരം വളരെ ഷോർട്ടായിരുന്നു എന്നാണ്. ഒറ്റ യാത്രക്കാരനോ വയസ്സുള്ളവർക്കോ ആർക്കും ബുദ്ധിമുട്ടാകാത്ത പോലത്തെ നിസ്കാരം. ഇതിൻ്റെ ഇടയ്ക്കൊരു യാത്ര പോകുമ്പോൾ മഗ്‌രിബിന് ആരൊരാൾ നിസ്കരിക്കുന്നുണ്ടായിന്. ഓനെ തൊട്ട് നോക്കുമ്പോൾ ഓയതോ എവിടെയോ ഉള്ള ചില ആയത്തുകൾ ഓതിയിട്ട് ഒന്നാമത്തെ റക്അത്തിൽ, രണ്ടാമത്തെ റക്അത്തിൽ നോക്കുമ്പോൾ യാസീന്റെ വല്ലാറബ് ഫാത്തിഹ ഓതുന്ന കാണുന്ന പയ്യക്ക് സുറൂന്ന് മഗ്‌രിബിന്. അപ്പൊ ഓരോരുത്തരും എന്തില്ല, പരിസര ബോധം നട്ടില്ല. ഉംറക്ക് പോകുന്ന ആളെ യാത്രയാക്കാൻ വേണ്ടി ഒരാൾ പോയാൽ, ഉംറക്ക് പോകുന്ന ആൾ ദ്വാരന്നിട്ട് യാത്രയാക്കേണ്ടി. ഇപ്പൊ ഹജ്ജിനെല്ലാം പോകും. നമുക്ക് ഇന്ന് ഭക്ഷണം തന്ന വീട്ടുകാരൻ്റെ ഉമ്മ ഹജ്ജിന് വന്നിട്ട് ദ്വാരക്കാൻ പറഞ്ഞു. അല്ലാഹു തആല കബൂൽ ചെയ്യട്ടെ, യാത്രകളൊക്കെ സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. അവരുടെ ഉപ്പ മരിച്ചു എന്ന് പറഞ്ഞ അല്ലാഹു ആ ഉപ്പാക്ക് പുറത്തു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് ദുആകളും കാര്യങ്ങളും ഉംറക്ക് വേണ്ടി കൊണ്ടുപോകുമ്പോൾ ഒരു ഉസ്താദ് ഒക്കെ പോയിട്ട് എന്താക്കിയിട്ടെങ്കിൽ അവിടെ പള്ളിക്കെല്ലാം പോയി നിസ്കരിച്ചിട്ട് യാസീൻ ഓതിയിട്ട് ദ്വാരുന്നു. ഉംറക്ക് വന്നല്ലേ, ദുആക്കെല്ലാം ഉത്തരം കിട്ടും എന്നെല്ലാം പറഞ്ഞിട്ട് യാസീനെല്ലാം ഓതിയിട്ട് കൂട്ടുപ്രാർത്ഥന എല്ലാം ആയിട്ട് എയർപോർട്ടിലേക്ക് പോകുമ്പോൾ ഫ്ലൈറ്റ് പോയിട്ടായി. എങ്ങനെ അങ്ങനത്തെ? അപ്പോൾ ഒരു പരിസര ബോധമില്ലാത്ത ദുആ, പരിസര ബോധമില്ലാത്ത പ്രസംഗം, പരിസര ബോധമില്ലാത്ത വാക്ക്, പ്രവൃത്തി, അതിനൊന്നും വലിയ ബലമില്ല. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ആൾക്കാർക്കൊരു വിഷമവും ബേജാറും ആവാത്ത പോലെ വേഗം നിർത്താന്നുള്ളത് നമ്മളെ കടമയാണ്. പിന്നെ ഓരോരുത്തർ മൈക്ക് കിട്ടിയെന്ന് കണ്ടെങ്കിൽ പാട്ടാ പ്രസംഗമായി എന്തെങ്കിലും ഓനെ ജീവൻ പോയെങ്കിൽ മൈക്ക് ഇളക്കിയിട്ട് കൊടുക്കുന്നില്ല. ഇതിൻ്റെ ഇടക്കുവരത്തിൽ ലാസ്റ്റ് കുറച്ചാൾ പോയിട്ട് വയറൂരിയ ലാസ്റ്റ് നിപ്പിക്കുന്നില്ല. പിന്നെ എന്താക്കുന്നത്? നിപ്പിക്കാൻ ചെല്ലിങ്ങൾ അട്ടാക്കുന്നത് വയറ് വിറ്റ് ഒറ്റ ഊരല്. പിന്നെ എന്തെന്താക്കിങ്ങോ പിന്നെ ആൾ നിർത്തിയിട്ട് സലാത്ത് ചെല്ലുമ്പോൾ രണ്ടാമത് കൊടുത്ത് നിർത്തിയിട്ട് അങ്ങനെ ഏതായാലും. അപ്പൊ ആ രൂപത്തില് ആളുകൾക്ക് ഇടങ്ങേറ് ഉണ്ടാവാത്ത രൂപത്തിലുള്ള ഇബാദത്തുകൾ, ദിക്റുകൾ, സ്വലാത്തുകൾ ആളുകൾക്ക് ഒന്നിനും ദീന് എളുപ്പമാണ്. ദീന് വളരെ എളുപ്പമാണ്. ഇന്നമദ്ദീന് യുസ്റുൻ, ഭയങ്കര എളുപ്പമാണ് ഇസ്ലാം മനോഹരമാണ്. എവിടെയും ബുദ്ധിമുട്ടില്ല, ആർക്കും ബേജാറില്ല, ആരെടങ്ങേറാക്കലില്ല, ആരെയും ഉപദ്രവിക്കലില്ല. അത് പ്രസംഗം കുറെ പറയലും ഉപദ്രവമല്ല. എന്നാലും ഉറുസെല്ലാം കഴിഞ്ഞിട്ട് സുബഹി ഖളാകുന്ന രൂപത്തിലാകരുത് അല്ലേ. മീലാദ് ഉണ്ടാകും, കല്യാണത്തിന്റെ പുരയായിരിക്കും, നാള് നഹ്സെല്ലാം നോക്കിയിട്ടുണ്ടാകും, അന്നത്തെ സുബഹി ഖളായിട്ടുണ്ടാകും. അങ്ങനെയാണ് അവരുത് ഫർളുകളേതും ഒഴിവാക്കിയിട്ടുള്ള ഉറൂസ്, മീലാദ്, കല്യാണം, തിരിച്ചുകൂട്ടല്, മറിച്ചുകൂട്ടല്, 40-ൻ്റെത്, 80-ൻ്റെത്, 60-ൻ്റെത് അതെല്ലാം പോയി. ഉമ്മാമാക്ക് ബർത്ത്ഡേ ആക്കുന്ന കാലമാണ് അല്ലെ. വയസ്സായ ഉമ്മാമ എങ്ങനെങ്കിലും ഷഹാദത്ത് കലിമ ചൊല്ലിയിട്ട് മരിക്കാൻ ഒരുങ്ങേണ്ട സമയത്ത് ഉമ്മാമാനെ എത്തിയിട്ട് മക്കളും പുള്ളിയക്കളും ചള്ളിയക്കളെല്ലാം കൂടിയിട്ട് അജ്ജിമ്മാക്ക് ബർത്ത്ഡേ ആക്കിയിട്ട്
ഈ ഉമ്മാമാൻറെ പോലും ബെടക്കാക്കുന്ന കാലമാണ്. അത് ആര് ചെയ്താലും, ഉസ്താദ് ചെയ്താലും, തങ്ങൾ ചെയ്താലും, നാടൻ ചെയ്താലും, ആണ് ചെയ്താലും, പെണ്ണ് ചെയ്താലും, അൽ ഹലാലു ബയ്യിനുൻ വൽ ഹറാമു ബയ്യിനുൻ, അത് വ്യക്തമാണ്. ഈ ഫുഷ് എന്നുള്ളത് അല്ലാഹുവിന് ഇഷ്ടമല്ല. അതായത് പരസ്യമായി ചെയ്യുന്ന തെറ്റിന് കടുപ്പം കൂടുതലാണ്. രഹസ്യമായ തെറ്റ് പോലെയല്ല പരസ്യമായ തെറ്റ്. അല്ലാഹുവിന് തീരെ ഇഷ്ടമില്ലാത്തതാണ് ഈ ഫുഷ്. ഈ മോശങ്ങൾ, പരസ്യമായി ചെയ്യുന്ന തെറ്റുകൾ, പേക്കൂത്തുകൾ, ആഡംബരങ്ങൾ, വേണ്ടാത്തരങ്ങൾ അല്ലാഹുവിന് ഇഷ്ടമല്ല. രഹസ്യമായ തെറ്റ് അല്ലാഹുവിന് ഇഷ്ടമെന്നല്ലവാ. ഉസ്താദ് ചെല്ല കേട്ടല്ലേ, പരസ്യാക്കണ്ടെന്ന് ചെല്ല, സീക്രട്ടായിട്ട് എന്തുവാക്കാന്നല്ല. രഹസ്യവും പരസ്യവും കാണുന്ന അല്ലാഹ്. ഇന്ന റബ്ബക ലബിൽ മിർസാദ്, എല്ലാം കാണുന്ന, നോക്കുന്ന അല്ലാഹ്. ഉണ്ട് രഹസ്യവും സൂക്ഷിക്കുക, പരസ്യവും സൂക്ഷിക്കുക. പരസ്യമായ തെറ്റിന് അള്ളാഹിന്റെ ഭാഗത്തു നിന്നുള്ള ശിക്ഷ കൂടുതലാണെന്നാണ്. അള്ളാഹു കാത്ത് സലാമത്താകട്ടെ. രഹസ്യവും തെറ്റ് വേണ്ട, പരസ്യവും വേണ്ട. ആരും കാണാത്തപ്പോഴും വേണ്ട, കണ്ടിട്ടും വേണ്ട. എല്ലാം കാണുന്ന റബ്ബ്. ആ റബ്ബിന് എന്താണ് നമ്മളിൽ നിന്ന് ഇഷ്ടം? നമ്മളതങ്ങനെ മനസ്സ് ഓരോന്ന് പഠിക്കുക. അള്ളാഹ്ക്ക് എന്താണ് ഇഷ്ടം, ഹബീബ് തങ്ങൾക്ക് എന്താണ് ഇഷ്ടം, അല്ലേ? പ്രേമിക്കുന്നവൾക്ക് എന്താണ് ഇഷ്ടം, പ്രേമിക്കുന്നവൾക്ക് എന്താണ് ഇഷ്ടം, അത് കണ്ടുപിടിക്കുന്നുണ്ട്. ഗിഫ്റ്റുകൾ മറക്കാതെ കൊടുക്കുന്നുണ്ട്. ഭാര്യക്ക് എന്തിഷ്ടം, ഭർത്താവിന് എന്തിഷ്ടം, അതറിയണം. കുറച്ച് ഫാൻ എനക്കും കൂടി ആക്കി നല്ലത്. ഇതിന്റെ കാറ്റ് കമ്മിറ്റിക്കാർക്കെല്ലാം ഇരിക്കട്ട്, നാളെ ഞങ്ങൾക്ക് സാപ്പ വെക്കണ്ട. എനക്കും ഇരിക്കട്ട്, ഓർക്കും ഇരിക്കട്ട്. ഓർ പിന്നെ കേൾക്കുന്ന ആളായതുകൊണ്ട് ഓർക്ക് അത്ര ചൂടെടുക്കല, അല്ലേ? പിന്നെ ചൂടെടുക്കണമെങ്കിൽ പിന്നെ ഓറെ പറയണോ ഇരുത്തിയിട്ട്. അതിന് ഓറെ നമ്മളെ ഉദ്ദേശം അതുമല്ല. അപ്പോൾ അല്ലാഹു നമുക്ക് എല്ലാവർക്കും അർശിന്റെ തണൽ നൽകി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ വിചാരിക്കേണ്ട ഈ സദസ്സിലിരിക്കുന്ന ആൾ മോശക്കാരും സ്റ്റേജിലിരിക്കുന്ന ആളെല്ലാം ഭയങ്കര ആൾക്കാരും. വരുന്നിടത്തിൽ വയലിന് വെച്ച് നോക്കുമ്പോൾ 26 ആള് സദസ്സിൽ, 40 ചില്ലാണ് സ്റ്റേജിൽ ആള്. ഞാൻ ലാസ്റ്റ് ഓരോട് കേട്ട് മൈക്കൻ അവിടെ വെച്ചിട്ട് ഇങ്ങോട്ട് വാതാക്കി എന്തേന്ന് ഇങ്ങോട്ട് എഴുന്ന്. അപ്പൊ അതിൽ നോക്കുമ്പോൾ സ്വാഗതത്തിൽ ഇവിടെ ഉസ്താദ് ഇപ്പൊ കാര്യമായിട്ട് കുറച്ചാളെ പേര് ചെല്ലിട്ട് നല്ല ശാന്തത്തിൽ സ്വാഗതാക്കി, മോശമില്ല. അതിൽ എങ്ങനെയെന്ന് കേട്ടെങ്കിൽ പള്ളി കുടിയായെന്ന് പിന്നത്തുള്ള മാജി അധ്യക്ഷന്മാർ തേച്ചുണ്ട് സ്റ്റേജിൽ, സെക്രട്ടറിമാരുണ്ട്, ഖജാഞ്ചിമാരുണ്ട്. ആരോട് ഗലാട്ടേക്കം ഗലാട്ടി എല്ലാവരും സ്റ്റേജിൽ കൊടുത്തിട്ട് ഇരുത്തിനെ. ഇനി ഇരുത്തിന്ന് തന്നെ വെക്ക. ഓർക്ക് അത്ര തുടങ്ങിയിട്ട് നമുക്ക് അങ്ങ് പോയിട്ട് തായിരിക്കണം. സദസ്സിൽ ആളേ ഇല്ല, ബർക്കത്തിനെങ്ങും ആളില്ല. ആളായ ആളെല്ലാം സ്റ്റേജിൽ തന്നെ. പിന്നെ ലാസ്റ്റ് നോക്കുമ്പോൾ എടുത്തോണ്ട് കുർസ് എടുത്തോണ്ട് പോകാനേ വരുന്ന കാണും. സദസ്സിലുണ്ടായ കസാല എടുത്തോണ്ട് ഇല്ല, കവിലെന്താക്കുന്ന കസാല കാലിയില്ലാടെ എടെ സദസ്സിന് വേണ്ടി എത്രയുണ്ട്, ആടെ ഇരിക്കുന്നില്ല. ആടെ നിന്ന് എടുത്തോണ്ട് സീതസ്റ്റ്. ഞാൻ ലാസ്റ്റ് കേട്ട നമുക്ക് അപ്പുറത്തെ മയക്കി വെച്ചിട്ട് നിങ്ങൾക്ക് വാതാക്കി വയൽ പറഞ്ഞ കണ്ടത്. ഞങ്ങൾക്ക് തോന്നി വയൽ ഓർക്കന്നെ പറയേണ്ടത്. ഓറ് നല്ല മനുഷ്യന്മാർ, ആര് ഈ തായിരുന്നോറ് പിന്നെയും മോശമില്ല. ഈ സ്റ്റേജിൽ കുത്തിരുന്നിട്ട് കളാട്ടാക്കുന്ന ഓറന്നെയാണ് മോശക്കാരെന്ന് തോന്നിപ്പോയി. തുറങ്ങനെന്നല്ല. അള്ളാഹു നമ്മുടെ ജമാഅത്തുകാർ, കമ്മിറ്റിക്കാർ, ഉറുസ് കമ്മിറ്റിക്കാരുടെ സ്റ്റേജെല്ലാം കാലിൻ്റെ അല്ല ഉസ്താദ്, ഉസ്താദുമാർ മാത്രം എന്നതൊരു ഭംഗിയാണ്. ബർക്കത്തിന് വേണ്ടി 1-2 ആൾ, അതെല്ലാം ഭംഗിയാണ്, അത് വേണം. അല്ലാതെ ലൈവെല്ലാം ഉണ്ടാകുമ്പോൾ എല്ലാവരും കാലിയായെങ്കിലും ചന്തയില്ല. ഏതുവാകട്ടെ, അതുകൊണ്ട് നമ്മൾ എന്ത് വേണമെന്നോ രഹസ്യവും പരസ്യവും സൂക്ഷിച്ച്. ഈ ഭാര്യക്ക് എന്ത് വേണം എന്നുള്ളത് ഭർത്താവിന് അറിയണം. ആരെ ഭാര്യ? ഓനോന്റെ ഭാര്യ. ഇടത്തിലെടുത്തിൽ അതെല്ലാം പറഞ്ഞിട്ടില്ല. പോകുമ്പോ ഭാര്യമാരെ നല്ലോണം സ്നേഹിക്കണമെന്നല്ലേ ഗേറ്റിന്റെ അടുത്തേക്ക് എത്തുമ്പോൾ ഒരുത്തം കേൾക്കുന്നത്. ഉസ്താദ് ചെല്ലിയല്ലോ ഉസ്താദ്, ആരെ ഭാര്യനെ ചെല്ലിയിട്ടില്ല എന്ന്. അത് എല്ലാവർക്കും പിന്നൊരുത്തന്റെ ഭാര്യനെ എല്ലാവർക്കും ഇഷ്ടം തന്നെ. അത് വേണ്ട. ഓനോന്റെ കെട്ടിയ ഭാര്യനെ ഇഷ്ടം വെക്കുക. അവളുടെ ഭർത്താവിനെ ഇഷ്ടം വെക്കുക. ഓരോരോ മക്കളെ ഇഷ്ടം വെക്കുക. അവരുടെ ഇഷ്ടം എന്താണ്, അവർക്ക് എന്ത് ഫുഡാണ്, എന്ത് ഡ്രസ്സാണ്, എന്ത് കളറാണ്, എന്ത് വാക്കാണ് അവർക്ക് ഇഷ്ടമെന്നുള്ളത് നമ്മൾ അറിയണം. അതിനെക്കാട്ടി അപ്പുറം അറിയേണ്ട ഒന്നുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് എന്താണ് ഇഷ്ടം, അള്ളാന്റെ ഹബീബ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എന്താണ് ഇഷ്ടം. ഈ ഇഷ്ടം നമ്മൾ അങ്ങനെ അറിയണം. റബ്ബിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്ത് ചെയ്താലാണ് അള്ളാഹ്ക്ക് നമ്മളോട് ഇഷ്ടം വരിക, ആ കാര്യങ്ങളെല്ലാം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ, നന്മ ചെയ്യുന്നത് അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ലത് എന്ത് ചെയ്താലും അള്ളാഹ്ക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. നല്ലതാകണമെന്നേ ഉള്ളൂ. എല്ലാത്തിലും നല്ലതുണ്ട്. നല്ലത് എന്ന് പറഞ്ഞാൽ ഹജ്ജല്ല,
നല്ലത് എന്ന് പറഞ്ഞാൽ നിസ്കാരമല്ല, അല്ലാതെയുമല്ല. ഇഹ്സാൻ അത് നോമ്പ് മാത്രല്ല, ഹജ്ജ് മാത്രല്ല, നിസ്കാരം മാത്രല്ല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അള്ളാന്റെ റസൂൽ പറയുകയാണ്, ഇന്നല്ലാഹ കതബൽ ഇഹ്സാന അലാ കുല്ലി ഷൈ. എല്ലാത്തിലും നന്മയുണ്ട്. മുസ്ലിം ഇസ്ലാം ഇഹ്സാൻ എന്നെല്ലാം പറഞ്ഞെങ്കിൽ പള്ളി, നിസ്കാരം, മോത്ത്, റമളാൻ, ഖുർആൻ ഇത് മാത്രല്ല, ജീവിതത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ നന്മയുണ്ട്. എന്ത് നല്ലത് ചെയ്തിട്ടാണ് സ്വർഗത്തിലേക്ക് പോകുന്നതെന്ന് പറയാൻ പറ്റില്ല. എന്തുകൊണ്ടാ രക്ഷപ്പെടുക? ഒരു ഇമാമ് രക്ഷപ്പെട്ടത് കിതാബ് എഴുതുമ്പോ, കിതാബ് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോ ഒരു ഉറുമ്പ് കലമിന്റെ കൊടിയിൽ നിന്ന്, പണ്ടിങ്ങനെ കുത്തിയിട്ട് എഴുതുന്നല്ലേ പേന, ഈ പേനന്റെ കൊടിയിൽ നിന്ന് ഉറുമ്പ് മഷി കുടിച്ചു. ആ മഷി കുടിക്കുന്നത് കണ്ടിട്ട് ഇയാൾക്ക് തോന്നി, പാവം ദാഹിച്ചിട്ടുണ്ടാകും, അനക്കാതെ ആ പെന്ന് ആ കലം അങ്ങനെ പിടിച്ചു കൊടുത്തു. ഉറുമ്പ് നല്ലോണം മഷി കുടിച്ചിട്ട് ഉറുമ്പ് പോയി, ഉറുമ്പിന് വയറ് നിറഞ്ഞു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ ഇമാമിന് സ്വർഗം കൊടുത്തത് ആ ഉറുമ്പിന് മഷി കൊടുത്തത് കൊണ്ടാണ്. ഇനിയിപ്പോ നാളെ മള്ളം കയ്യിൽ അങ്ങ് തോട്ടിലേക്കല്ല പോയിട്ട് ഇന്ത്യ കട്ടുറുമ്പിനെ പിടിച്ചുകൊണ്ട് വന്നിട്ട് ഫയറിൽ തണ്ണിയിലെല്ലാം ഇട്ടെങ്കിൽ നമ്മള് വലിയ കട്ടുറുമ്പ് ഫയറിലുണ്ടാവല്ലോ, പോ വിളക്കിയിട്ട്. ഗ്യാസ് എങ്ങനെയില്ല ഒരു ഭാഗത്തേലെ എന്തെങ്കിലും ചൂടാക്കി തരാൻ ഇതും പോയെങ്കിൽ എന്താക്കുന്ന, അങ്ങനെ ഉറുമ്പിന് വെള്ളം കൊടുക്കണമെന്നല്ല. റിഫായ് ഷേഖിന്റെ ചരിത്രം പറഞ്ഞിട്ട് മൂപ്പർ സുബഹി നിസ്കാരത്തിന് ഇങ്ങനെ പോകുമ്പോ കൊതു ചോര കുടിച്ചോണ്ടായി, അനങ്ങാതെ കൈനെ പിടിച്ച് കൊതുവിന്റെ ചോര, അള്ളാഹു എൻ്റെ ആ കൊതുവിന്റെ റിസ്ക് എൻ്റെ കയ്യിൽ കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ ഞാനിനി മുടക്കുന്നില്ല എന്ന് പറഞ്ഞ് റിഫായ് ഷേഖ് എന്താക്കിയിട്ടെങ്കിൽ ഈ കൈനെ എന്നെ വെച്ചിട്ട് കാട്ടി. കൊതു വേണ്ടി എത്ര കുടിച്ച്. അപ്പൊ ഒരു ശിഷ്യൻ വന്നിട്ട് വിളിച്ചു, ഉസ്താദ് നിസ്കരിക്കാനായി വരീൻ. അങ്ങനെ ആ മനുഷ്യൻ വരുന്ന കണ്ടിട്ട് കൊതു പാറിയിട്ടാകുമ്പോ റിഫായ് ഷേഖ് കേട്ട്, നീ അതിന്റെ കൊതുവിന്റെ ഭക്ഷണം മുടക്കിയല്ലേ, അത് സന്തോഷത്തിൽ കുടിച്ചോണ്ടായി, നിന്നെ കൊണ്ട് അത് ഇല്ലാതെയായി. അങ്ങനെ ഈ വയലെല്ലാം പറഞ്ഞേ പിന്നെ ഭർത്താവ് വന്നിട്ട് വന്ന്, യാ ഉസ്താദെ പൊരക്കാരത്തി എന്തെന്താക്കിയും കൊതുവിനെ കൊല്ലാൻ അളക്കുന്നില്ല, റിഫായ് ഷേഖ് ചോര കൊടുത്തിനി, ഞമ്മ ചോര കൊടുത്തില്ലാങ്കോ കൊല്ലുന്ന വേണ്ടാന്ന്. അങ്ങനല്ല, ഒട്രാസി ചില ആളെല്ലാം ഉണ്ടല്ലോ എന്നിന്റെ ആക്കുന്നിട്ടില്ല. പണ്ടൊരു ഉസ്താദ് എന്നെ പോലത്തെ ഒരു ഹൈറ്റുള്ള നീളുള്ള മനുഷ്യന് നിസ്കരിക്കാൻ പഠിപ്പിക്കാൻ വേണ്ടി വന്നിട്ട്, പഠിപ്പിക്കുന്ന സമയത്ത് ഇയാളെ തല പോയിട്ട്, പണ്ടല്ല ചെറിയ പള്ളിയല്ലേ, തല പോയിട്ട് നെട്ടി പോയിട്ട് ദാരന്തത്തിലേക്ക് അടിച്ച് പൊട്ടള്ള അടിച്ചിട്ട് ചോര പൊട്ടിയിട്ട് വന്നിട്ട് ഉസ്താദ് ഹൗദിന്റെ അടുത്ത് പോയിട്ട് കൈയിട്ട് തിരിച്ചു വരുമ്പോണ്ട് എല്ലാവരും തല പൊട്ടിച്ചിട്ട് പയ്യെ നിൽക്കുന്നുണ്ട്. ഉസ്താദ് കേട്ടാലേ എന്നിൻ്റെ നട്ടാൽ ആ വേളയില്ല ഉസ്താദ് നിങ്ങൾ ചെല്ലിയില്ല, ഞാൻ ആക്കിയ പോലെ എന്നെ ആക്കിയെന്ന്. എത്താത്ത ആള് തുള്ളിയിട്ട് തല മുട്ടിച്ചില്ല ദാരിദ്ര്യത്തിലേക്ക്. ഉസ്താദ് തല ഓർന്നിരിച്ചാന്ന് ഈ കാണിക്ക ചിലടത്ത് അങ്ങനെ ഉണ്ടല്ല, പോയിട്ട് നമ്മൾ ഫസ്റ്റ് കാണിക്ക കൊടുക്കുന്നത്. ഓർന്നിരിച്ചിനിതല്ല, ഫസ്റ്റ് പള്ളിക്ക് പോകുമ്പോൾ തച്ചിട്ട് പൊട്ടിച്ചിട്ട് ചോര കാണിക്ക കൊടുത്തിട്ട് ഉള്ളിലേക്ക് പോകുന്ന എന്നിരിച്ചിന് ഐറ്റിങ്ങല്ല. അപ്പൊ അങ്ങനെയല്ല, എന്തെങ്കിലും ചെയ്യാന്നുള്ളതല്ല, പിന്നെ എന്ത് ചെയ്യാന്നുള്ളതാണ്. കാരുണ്യമാണ്, സ്നേഹമാണ്, നന്മയാണ്. അബൂബക്കർ ശിബിലി മഹാനാണ്, വലിയാണ്, ആരിഫാൻ. അദ്ദേഹത്തിന് സ്വർഗം കിട്ടിയത് കിതാബിലുണ്ട്. ബഗ്ദാദിന്റെ ഓരങ്ങളിൽ നടന്നോണ്ട് പോകുമ്പോ നനഞ്ഞ ചണ്ടിയായൊരു പൂച്ച, ഈ പൂച്ചനെ തട്ടം കൊണ്ട് തോർത്തിയെടുത്തിട്ട് നേരെ പുരക്കൊണ്ടുപോയിട്ട് പുരയിൽ കൂടുണ്ടാക്കിയിട്ട് ആ പൂച്ചക്ക് ഭക്ഷണം കൊടുത്തിട്ട് അതിനെ ശുശ്രൂഷിച്ചത് കൊണ്ട് ശിബിലി ഇമാം തങ്ങൾക്ക് അല്ലാഹു സ്വർഗം കൊടുത്തതിന്റെ കാരണം ഇങ്ങനെ രേഖപ്പെട്ട് കിടക്കുന്നു. മഹാനാണ്, ആലിമാണ്, ആബിദാണ്, ആരിഫാണ് ഒക്കെയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചോദിച്ചത്, ഓ അബൂബക്കറെ എന്തുകൊണ്ടാ സ്വർഗം തന്നത്? റബ്ബ് തന്നെ അവസാനം പറഞ്ഞു, ആ പൂച്ചയോട് നിങ്ങൾ ചെയ്ത കരുണ കൊണ്ട് ഞാൻ നിങ്ങളോട് കരുണ ചെയ്തു. നന്മ എന്ന് പറഞ്ഞ എല്ലാത്തിലുണ്ടത്. ആളുകളെ സന്തോഷിപ്പിക്കുക, മനുഷ്യന്മാരെ ഇടങ്ങേറാക്കാതിരിക്കുക, ആളുകൾക്ക് ഉപകാരം ചെയ്യുക. ഇനി ഉപകാരം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ഉപദ്രവം ചെയ്യാതിരിക്കുക. ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു പറയുന്നു, മൻ അഹ്സന ഫീമാ ബൈനഹു വബൈനല്ലാഹ് അഹ്സനല്ലാഹു ഫീമാ ബൈനഹു വബൈനന്നാസ്. അല്ലാഹും ഓനും തമ്മിലുള്ളത് ശരിയാക്കുക. അല്ലാഹും അവനും തമ്മിലുള്ളത് അവൻ നന്നാക്കിയാൽ അവനും ജനങ്ങളുമായുള്ളതോ നന്നാക്കണ്ട. അത് അല്ലാഹു അങ്ങ് ഏറ്റെടുക്കുകയാണ്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആൾക്കാർക്കെല്ലാം നമ്മളോട് വെറുപ്പാണ്,
ആൾക്കാർക്കൊക്കെ നമ്മളോട് അസൂയയാണ്, ആൾക്കാർക്കൊക്കെ നമ്മളോട് ഭയങ്കരമായിട്ടുള്ള കടുപ്പമുള്ള വിദ്വേഷമാണ്, വൈരാഗ്യമാണ്. അതൊന്നും നമ്മൾ കണക്കിലെടുക്കണ്ട. നമുക്ക് നമ്മെ പടച്ച് പരിപാലിക്കുന്ന റബ്ബുൽ ഇസ്സത്തായ അല്ലാഹു ജല്ല ജലാലുഹു അവൻ നമ്മളെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ യാതൊരു വിഷയവും നമ്മൾ ആരുടേതും ശ്രദ്ധിക്കേണ്ടതില്ല. ആളുകൾ ചീത്ത പറയണം. ഷാഫി ഇമാമ് മരിക്കാൻ ഒരുപാട് ആളുകൾ ദ്വാരുന്നിട്ടുണ്ട്. എങ്ങനെ? ഷാഫി ഇമാമ് മരിച്ചിട്ട് പോകാൻ വേണ്ടി ആളുകൾ ദിക്ർ ചൊല്ലിയിട്ട് ദ്വാരുന്നിട്ടുണ്ട്. ഷാഫി ഇമാമ് മരിച്ചു കിട്ടാൻ വേണ്ടി എന്തക്രമം ചെയ്തു? മൂലക്കുരുവിന്റെ അസുഖം ബാധിച്ച് പാത്രം കസേര ഓട്ടയാക്കി പാത്രം വെച്ച് ക്ലാസ് എടുത്തു കൊടുക്കുമ്പോ രക്തത്തിന്റെ തുള്ളി ഉറ്റുന്നത് ഷാഫി ഇമാമിന്റെ ശിഷ്യഗണങ്ങൾ കേട്ടിരുന്നു. അത്രയും ദീനിന് വേണ്ടി സേവനം ചെയ്ത മഹാൻ മരിച്ചു പോകാൻ വേണ്ടി ആളുകൾ ദ്വാരുന്നിട്ടുണ്ട്. ആളുകൾ നല്ലത് പറയൂന്ന് നിങ്ങൾ വിചാരിക്കുക വേണ്ട. ആളുകൾ ഇന്ന് നല്ലത് പറയും, നാളെ ചീത്ത പറയും. അത് മനുഷ്യൻ എല്ലില്ലാത്ത നാവാൻ. എല്ലില്ലാത്ത നാവ് എന്തും പറയും, ഏതും പറയും. അങ്ങനെ എന്ത് പറഞ്ഞാലും ഏത് പറഞ്ഞാലും നമുക്കത് പ്രശ്നമാവരുത്. നമ്മുടെ ഈമാൻ പൂർണ്ണമാണോ? നമ്മുടെ ഈമാൻ പൂർണ്ണമാണോ? നമുക്കതൊന്നും പ്രശ്നമല്ല. ഹത്താ യറാനാ സംബീബിലിം മുസില ഫയകൂനു മദ്ഹൂഹും വദമ്മുഹും സവാ ലം യഖ്ശ ലൗമത ലായിമിൻ ഫീ ദിൽ ഉലാ. ആളുകൾ നല്ലത് പറയട്ടെ, ചീത്ത പറയട്ടെ, സാരല്ല. ആളുകൾക്ക് എന്തും പറയാം, ഏതും പറയാം. ഒരു മഹാൻ എന്ത് പറഞ്ഞ ആളുകൾ വന്നിട്ട് പറഞ്ഞാലും കഴിഞ്ഞു പോയത് ഞാൻ മാപ്പാക്കി കൊടുത്തു, അങ്ങനെയാ പറയല്. എങ്ങനെ? കഴിഞ്ഞു പോയതൊക്കെ ഞാൻ മാപ്പാക്കി, ഞാൻ അതിനെപ്പറ്റി ചോദ്യമല്ല. കഴിഞ്ഞുപോയ വിഷയത്തെപ്പറ്റി ചോദ്യമല്ല. അദ്ദേഹം മരിച്ചപ്പോ സുഹൃത്തുക്കൾ സ്വപ്നം കണ്ടു. അദ്ദേഹത്തോട് ചോദിച്ചു, മാ ഫഅലല്ലാഹു ബിക്, അല്ലാഹു നിങ്ങളെ കൊണ്ട് എന്ത് ചെയ്തു? ഞാനങ്ങ് റബ്ബിന്റെ മുന്നിലേക്ക് എത്തിയപ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എന്നോട് പറഞ്ഞു, കഴിഞ്ഞു പോയതിന്റെ വിഷയത്തിൽ ഞാനില്ല, ഒക്കെ മാപ്പാക്കി. എങ്ങനെ? നിർത്തണ നിർത്തണല്ലേ? അപ്പൊ ആടെ തന്നെ സൂചനാക്കി മതി, ഇങ്ങോട്ട് പറഞ്ഞ എന്താ ആവശ്യമില്ല. എങ്ങനെ? അല്ല, ഈ കട്ലാസ് കൊണ്ടുവരുമ്പോ പേടിയാണ് ഇതിന്റെ എന്തുണ്ടാ. അല്ലാഹു കഴിഞ്ഞു പോയതെല്ലാവർക്കും മാപ്പ് കൊടുത്ത മനുഷ്യന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മുഴുവനും മാപ്പ് കൊടുത്തു എന്നാണ്. KL 14/6/1551 വണ്ടി. ഏത് വണ്ടി എന്നില്ലേ? KL 14/6 സ്പെല്ലിംഗ് ആവാ. 1551 വണ്ടി അവിടുന്ന് മാറ്റിവെക്കാം. ഇനിയിപ്പോ അൽഹംദുലില്ലാ ചിലർത്തല വണ്ടി മാറ്റി വെക്കണമെന്നില്ലെങ്കിൽ എല്ലാവരും ഒഴിച്ചിട്ടൊക്കെ പോകുന്നത്. അതിൻ്റെ ഒക്കെ ഏത് ആർക്കും പോകാലോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരാൾ പറഞ്ഞ്, ഒരാൾ ഫോം വിളിച്ചിട്ട് ഒരാളെ ഞങ്ങൾക്ക് ഇങ്ങനെ തന്നെ അയച്ചു തരുന്ന എല്ലാവരും. ഒരുത്തം ഫോം വിളിച്ചാല് നിന്റെ ഭാര്യയുടെ ഹോട്ടലിലുണ്ട് പറയേണ്ട താമസം ഹോട്ടലിലുള്ള ആൾ എല്ലാ പെണ്ണുങ്ങളും ഒഴിച്ചിട്ട് പറഞ്ഞു തേച്ചു. എങ്ങനെ? അപ്പൊ ആരും ഒക്കെ വന്നാൾ ആരും എന്തല്ല ഭാര്യ ഭർത്താക്കന്മാരല്ല. അതുപോലെ വണ്ടി പറയുമ്പോൾ ഇടുന്ന ആരും എഞ്ചിരുന്ന് പോയിട്ടില്ല. നല്ല നല്ല മനുഷ്യന്മാർ, അള്ളാഹു ബർക്കത്തും റഹ്മത്തും ചെയ്യട്ടെ. അപ്പൊ എന്ത് വേണമെന്നോ? കഴിഞ്ഞതൊക്കെ മാപ്പ് ചെയ്ത് കൊടുത്ത മനുഷ്യന് അള്ളാഹു മാപ്പ് ചെയ്ത് കൊടുത്തു എന്നാണ്. ബേജാറും പ്രശ്നമില്ലാത്ത ആൾ ആരല്ലേ? ഇപ്പൊ ബേജാറില്ലാത്ത ആൾ ആരുണ്ട്? എല്ലാവർക്കും ഉണ്ട് ഓനോൻ്റെതായ ബേജാറ്. മങ്ങലായിട്ട് അൽഹംദുലില്ലാ ഞാൻ ജയിച്ചിന്ന് ചെന്ന ആരെങ്കിലും ഒരാണാ പെണ്ണ ഉണ്ടാ, ഞാൻ മങ്ങലായാലും സലാമത്തായ മങ്ങലമിറ്റു ആയിട്ടില്ലെങ്കിൽ ഞാനിപ്പോ ബേജാറിൽ എന്തെന്ത് കേട്ടെങ്കിലും ചെന്ന് ഞാൻ ആ മങ്ങലായ പിന്നെ എൻ്റെ കാലക്കെടി എൻ്റെ ചനി ഏതോ ബ്രോക്കർ ഉണ്ടല്ലേ ഇന്ന് കണ്ടെങ്കിൽ ഞാൻ വെടിവെച്ചിട്ട് അല്ലെ മരിക്കാൻ കിടക്കുന്നവനോട് കേട്ടാൽ ലാസ്റ്റ് എന്തെങ്കിലും ആശ ഉണ്ടാന്ന് ഞങ്ങൾക്ക് ആ പൊതുവാക്കിയ ബ്രോക്കർ ഒന്ന് കാണണം ഞങ്ങൾക്ക് ലാസ്റ്റായിട്ട് മരിക്കുന്നതിന് പിന്നെ. ചില ആൾക്ക് എത്ര പകയെന്ന് കേട്ടെങ്കിൽ മക്കൾക്ക് മങ്ങലായിട്ട് പുള്ളി ശല്യായെങ്കിൽ ബ്രോക്കറോട് മുണ്ടുന്നില്ല. അങ്ങനെ ഓൻ്റെ അത്ര വെച്ച ഹറാമി ദുനിയാവിൻ്റെ മുകളിൽ വേറെ ആരുമില്ല. എന്താക്കിയിട്ടില്ല, ഓനൊരു പെണ്ണാക്കിയിട്ട് കൊടുത്തല്ലാതെ. അത് പണ്ട്. ഇപ്പൊ പെണ്ണില്ല. പെണ്ണുണ്ടാ ഏടെങ്കിലും? എത്ര പാലക്കാർ പണ്ടല്ല വയലിന് പോയത്തെ മോക്ക് പൊതു കിട്ടാൻ വേണ്ടിയിട്ട് ദ്വാരക്കം പറഞ്ഞുണ്ടായി. ഇപ്പൊ ഒന്നേ ചെന്ന യാവസ്ഥാതെ നിങ്ങൾ അങ്ങോട്ട് വിറ്റ് കർണാടകത്ത് വിറ്റ് നല്ല പെണ്ണുണ്ട,
അങ്ങനെ ഒരിക്കലും സാലിയത്തായ പെണ്ണിന്റെ ലക്ഷണം പറഞ്ഞിട്ട് ഫൽഫർ ബിദാത്തിദ്ദീന് വയൽ പറഞ്ഞു സാലിയത്തായ പെണ്ണ് കെട്ടണം എന്നിട്ട്. അപ്പൊ ബയസന്മാർ തലയാട്ടുന്നു സദസ് നോക്കൂന്നിട്ട്. എന്തേ ബയസാൻ ഒരാസ ഇപ്പൊ കിട്ടി ഞങ്ങൾ സാലിയത്തായനെ കെട്ടിറാഞ്ഞിന്ന് വയ്യക്ക്. ഇവിടെ കെട്ടാത്തവർക്ക് തന്നെ പെണ്ണില്ല, അങ്ങനത്തെ അവസ്ഥ. അപ്പൊ ഈ പെണ്ണല്ല ഉള്ള പെണ്ണല്ല ഇൻസ്റ്റാഗ്രാമിനും ഗിത്ത എല്ലാം കൊണ്ട് ഏടിയില്ല, അഡ്രസ് ഇല്ല. 25 വയസ്സ് കഴിഞ്ഞ ആണുപിള്ളേർക്കും പെണ്ണില്ല. 22 റെഡിയുണ്ട്, 18 റെഡിയുണ്ട്, എല്ലാവർക്കും റെഡിയുണ്ട്. ടൈമായിട്ടുള്ള കലാട്ട പ്രശ്നം മാത്രം ബാക്കിയുള്ള പെണ്ണുണ്ട്. 25 കഴിഞ്ഞോ റിജക്ട് അല്ലേ? എന്റെ ഇടയ്ക്ക് ഒരു വീഡിയോ കണ്ടിനി. ജാതി പ്രശ്നമല്ല, മതം പ്രശ്നമല്ല, കളർ പ്രശ്നമല്ല, സൗന്ദര്യം പ്രശ്നമല്ല, പെണ്ണായാ മതി, പെണ്ണുണ്ടാന്ന് എന്നെല്ലാം കേട്ടിട്ട് ആ രൂപത്തിലായിപ്പോയി. ഏതുമാകട്ടെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഓരോർക്കും അല്ലാഹുവിന്റെ ഖദർ ഖലാൻ. ആ ഖദർ ഖലാ കൊണ്ട് നമ്മൾ പൊരുത്തപ്പെട്ടവരായാൽ അൽ ഖൈറു വശർറു മിനല്ലാഹ്, എല്ലാം റബ്ബിൽ നിന്നാണ്. അങ്ങനെ പൊരുത്തപ്പെടുക. വറളബിമാ ഖസമല്ലാഹു ലക് തകുൻ അഗ്നന്നാസ്, അല്ലാഹു തന്നത് കൊണ്ട് നീ പൊരുത്തപ്പെട്ടോ. പിന്നെ എന്താക്കുന്ന ആയിട്ടായില്ലേ, 2 മക്കായിട്ടായില്ലേ, പിന്നെ എന്താക്കുന്ന വേറെ പണിയെടുക്കാനാന്നില്ല. ഇങ്ങനെയല്ല. റളീനാ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബിമുഹമ്മദിൻ നബിയ്യാ, അല്ലാഹുവിനെ റബ്ബായിട്ട് പൊരുത്തപ്പെടുക, സ്വീകരിക്കുക എന്നുള്ളതല്ല പൊരുത്തപ്പെടുക എന്നാണ്. ബനു ഇസ്രായേലിൽപ്പെട്ട 70 കൊല്ലക്കാലം ഒരക്ഷരം മിണ്ടാതെ രാപ്പകലുകളിൽ ഇബാദത്തെടുത്ത മനുഷ്യൻ, ആ മനുഷ്യനോട് മലക്ക് വന്നിട്ട് പറയാ, അല്ല മനുഷ്യ, നീ ചെയ്ത ഇബാദത്തുകളൊന്നും മതിയില്ല, ഒന്നും പോരാ. മലക്ക് വന്നിട്ട് പറയാണ്, ഇമാമിങ്ങൾ ഉദ്ധരിക്കുകയാണ്, ബനു ഇസ്രായേലിൽപ്പെട്ട മനുഷ്യന്, ആ മനുഷ്യനോട് മലക്ക് വന്നിട്ട് പറയുകയാണ്, നീണ്ട സംഭവമാണ്, ചുരുക്കിയിട്ട് ഷോർട്ടാക്കി പറ. ഫർസലല്ലാഹു തആല മലക്കൻ, അല്ലാഹു തആല മലക്കിനെ പറഞ്ഞയച്ചു. എന്നിട്ട് പറയാൻ പറഞ്ഞു, നിങ്ങളുടെ ഈ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് മതിയില്ല, ഇബാദത്ത് പോരാ, 70 കൊല്ലത്തിന്റെ ഈ ഇബാദത്തൊന്നും പോരാ, ഇതുകൊണ്ടൊന്നും സ്വർഗം കിട്ടല. മലക്ക് പോയിട്ട് അവിടെ അറിയിച്ചതാ, നിങ്ങൾ 70 കൊല്ലത്തിന്റെ ഇബാദത്തൊന്നും മതിയല്ല. നമ്മളെ പോലത്തെ ഇബാദത്തല്ല. റുക്കൂവിന് സുജൂദിന് പോന്നതിന് പിന്നെ എണിച്ചിട്ടാന്ന് ഗടിപിടി ചില ആൾക്ക്. പക്ഷെ ഇമാമിനാട്ടി ഉസാറിന്റെ ഇമാമെല്ലാം ഉണ്ടാകുന്നു ചില ആൾ ബയ്യെന്ന്. ഇമാമ് സുബ്ഹാനല്ലാഹ് ചൊല്ലിയിട്ട് അങ്ങ് ഓരേ തുടങ്ങുന്നു, സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്, ഓർക്ക് അർജന്റ് ഉണ്ട്. അപ്പൊ കണിച്ചിട്ട് പോയാൻ കഴിയില്ല അല്ലെ? എന്ത് കടിപിടി ഓരോരുത്തര് നിസ്കാരത്തിന്. റുക്കുവിന് പോവോളം ഇതന്നെ, അള്ളാനെ പിടിക്കാൻ വേണ്ടി പോന്നെ. റുക്കുവിന് പോവോളം, റുക്കുലേക്ക് പോയെങ്കിൽ എന്തില്ല, സീത പോവന്റെ വിശ്വാസം എന്തില്ല അല്ലെ? അങ്ങനത്തെ ചില മനുഷ്യന്മാരുണ്ട്. അങ്ങനത്തെ ഇബാദത്തല്ല. നല്ല 70 കൊല്ലക്കാലം രാപ്പകലുകൾ അധ്വാനിച്ച് റബ്ബിന് ഇബാദത്തെടുത്ത മനുഷ്യനോടാ പറയുന്നത്, നിങ്ങളുടെ 70 കൊല്ലത്തിന്റെ ഇബാദത്ത് സ്വർഗത്തിലേക്ക് പോകാൻ മതിയാവേല. അയാളെന്താ പറയുക? അയാൾ പറഞ്ഞു, 70 കൊല്ലത്തിന്റെ ഇബാദത്തല്ലേ, സ്വർഗത്തിലേക്ക് പോകാനും മതിയാന്നെങ്കിലും ആന്നില്ലെങ്കിൽ അതെന്ത് എന്റെ പണിയല്ല. എന്റെ പണി അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കുന്നത്. സ്വർഗം അള്ളാഹ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ തരാതിരിക്ക. എന്റെ ഇബാദത്ത് സ്വീകരിക്കാതിരിക്ക, അതെന്തും എന്റെ ഉത്തരവാദിത്വത്തിൽ പെട്ടതല്ല. ഞാൻ റബ്ബിന് ഇബാദത്ത് ചെയ്യുന്നു, അള്ളാഹുവിന് വേണമെങ്കിൽ തള്ളാം, സ്വർഗം തരാതിരിക്കാം. അവൻ എന്ത് ചെയ്താലും ഞാൻ അതുകൊണ്ട് സന്തോഷവാനാണ്. സ്വീകരിച്ചില്ലെങ്കിലും വിരോധമല്ല, സ്വീകരിച്ചാലും വിരോധമല്ല. സ്വർഗം തന്നെങ്കിലും വിരോധമോശമല്ല, സ്വർഗം തന്നില്ലെങ്കിലും മിഷ്ടിക്കില്ല, ഒരു മിഷ്ടിക്കില്ല. റബ്ബിന് എന്തും ചെയ്യാം, അള്ളാഹോട് ചോദിക്കാനാവില്ലല്ലോ, റബ്ബിനോടൊന്നും തിരിച്ചു പറയാനാവില്ലല്ലോ, അതുകൊണ്ട് എന്തും ചെയ്യാം. അല്ലാഹു തആല മനുഷ്യന് സ്വർഗം കൊടുത്തു. എന്തിന്? 70 കൊല്ലത്തിന്റെ ഇബാദത്തിന് വേണ്ടി സ്വർഗം കൊടുത്തതല്ല. പിന്നെ അള്ളാഹ്ക്ക് എന്തും ചെയ്യാ, ഞാനത് സന്തോഷവാനാണ്. ഈ വാക്കിന് വേണ്ടി അല്ലാഹു ആ മനുഷ്യന് സ്വർഗം കൊടുത്തു എന്നാണ്. അപ്പൊ എന്തുകൊണ്ട് സ്വർഗം കിട്ടും നമുക്ക് പറയാൻ പറ്റില്ല. വലിയ വലിയ ഇബാദത്തെല്ലാം എടുത്ത മനുഷ്യന്മാർ ഹജ്ജിനെല്ലാം പോയിട്ട് വന്നിട്ട്, യാ ഉസ്താദ് 2004 പോകുമ്പോ എന്ത് കഷ്ടം, എന്ത് കഷ്ടം. 4ാമത്തെ ഹജ്ജ് മിഞ്ഞാന്ന്, കഴിഞ്ഞ കൊല്ലം, മുന്നത്തെ കൊല്ലം എന്ത് ചൂട് ഉസ്താദ്, ചൂടാ, കത്തിട്ട് പോയി, 4 ഹജ്ജും പോയി, വെള്ളത്തിൽ പൈസാവും പോയി അല്ലേ? അങ്ങനെയല്ല ഇബാദത്തുകൾ, അതതിന്റെ മർമ്മം പോലെ. തഹജ്ജുദ് ഉസ്താദെ ഞാൻ അറിഞ്ഞിട്ടൊരു തഹജ്ജുദ് വളക്കലില്ല, പോയി. അളക്കിയ തഹജ്ജുദ്, അളക്കാത്ത തഹജ്ജുദ് എല്ലാം പോയി വെള്ളത്തില്.
അങ്ങനെയാവരുത്. രഹസ്യമായ അമലുകൾ നിന്റെ കയ്യിലുണ്ടോ? സീക്രട്ട് ആയത് കുറച്ച് ഇബാദത്ത്, ദിക്ർ, സ്വതക്ക, ആരും അറിയാത്ത ചില സീക്രട്ട് ആയത് നമ്മുടെ കയ്യിലുണ്ടോ? മഹ്ശറേന്ന് ആരും കാണാതെ രഹസ്യമായി സ്വർഗത്തിലെത്താം. ഇബാദത്തുകളെ, അമലുകളെ സീക്രട്ട് ആക്കുക. അത് അറിയിക്കാതെ കൊടുക്കുന്നത്, ചെയ്യുന്നത്, ഓതുന്നത്, മറ്റുള്ളത് എല്ലാം രഹസ്യമാക്കുക. അത് വലിയ നല്ല പണിയാണ്. 30 കൊല്ലം സുന്നത്ത് നോമ്പെടുത്തിട്ട് മരണം വരെ ഭാര്യ പോലും അറിഞ്ഞിട്ടില്ല ഇയാള് നോമ്പെടുത്തിട്ടുണ്ട്. എത്ര? 30 കൊല്ലം. ഞമ്മ റമളാൻ മാസത്തിന്റെ നോമ്പ് അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ ദ്വാരക്കുമ്പോ നിസ്കരിച്ചിട്ട് ഇക്കൊല്ലം എങ്ങനെ നോമ്പ് നോക്കുവാന്ത, ഇങ്ങനെ ചൂടായെങ്കിൽ എങ്ങനെ ആവാന്ത, എങ്ങനെ ഇവിടെ ബാരിക്കാൻ തുടങ്ങിയിട്ടില്ല. നോമ്പിലേക്കോ എത്തുവോ? അതിന്റെ മുന്നേ അടിച്ചിട്ട് പോയെങ്കോ ഈ ചൂട് കൊണ്ടിട്ട് അല്ലെ, ചൂടേറ്റ് മരിക്കുന്ന കാലമാണ്, ചൂടേറ്റ് പൊള്ളലേക്കുന്ന കാലമാണ്. അന്ത്യനാൾ അടുത്തു വരുമ്പോ ഹബീബുന സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വൽ മത്തറു ഖൈലാ, ഒരു ഭാഗത്തും മഴയുണ്ടാകും, ചുട്ടുപൊള്ളുന്നുണ്ടാകും മഴക്കാലത്തും. അങ്ങനെ ഒരു കാലം വന്നാൽ ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. ഒരു ഭാഗത്ത് ഇങ്ങനെ മഴ വരിക, മറ്റേ ഭാഗത്ത് ഇങ്ങനെ ചൂടുണ്ടാകുക അല്ലെ. ഇപ്പൊ ഒരു ഭാഗത്ത് മഴ വരുമ്പോ നല്ല തണുപ്പുണ്ടാ ഇല്ല, ഒരു ഭാഗത്ത് മഴ വരുന്നു, അപ്പോൾ തന്നെ ചൂടുണ്ടാകുന്നു. വൽവലദു ഖൈള, മക്കളൊക്കെ ഭയങ്കര ചൊടി അല്ലെ. പിള്ളേർക്കെല്ലാം ഭയങ്കരമായ ദേഷ്യം, ചൊടി, അട്ടം, വാശി. വിടുന്ന മൊബൈല് ചോദിച്ചാ കൊടുക്കന്നെ വേണം, ടോയ്സ് ചോദിച്ചാ കൊടുക്കന്നെ വേണം. കൊടുത്തില്ലെങ്കിൽ മക്കൾ എറിഞ്ഞ് പൊളിക്കലും മറിയലും കുത്തലും വീഴലും എറിയലൊക്കെയാണ്. അങ്ങനെയുള്ള മക്കളാകുന്ന കാലം വന്ന, മഴന്റെ കൂടെ ചൂട് ഉണ്ടാകുന്ന കാലം വന്നാൽ ഖിയാമത്ത് നാൾ അടുത്തു എന്നാണ്. അതിന്റെ അർത്ഥം ഫാൻ ഇടണ്ട, AC ഇടണ്ടെന്നല്ലേ. ഖിയാമത്ത് നാൾ അടുത്ത് ഉസ്താദ് ചെല്ലിന് ഖിയാമത്ത് നാൾ മഴ വരുമ്പോൾ ചൂടുണ്ടാന്ന്, അതിനെന്ത് ഫാൻ ഇടണ്ടെന്നല്ല. ഫാനിൽ ഇടാ, ഫാൻ ഇടാ, AC ഉണ്ടെങ്കിൽ AC ഇടാ, ഒക്കെ ചെയ്യാം, അതൊന്നും വിരോധമല്ല. അങ്ങനെയാണ്. പിന്നെ ചിലാക്കലിങ്ങനെ മഴക്കാലത്തെങ്കിൽ ഈ ഫാൻ ഇട്ടിട്ട് ആദത്തായി ആയിട്ടുണ്ടല്ലേ. ചില പെണ്ണുങ്ങൾക്കല്ലേ ഈ ഫാനിന്റെ കൊറാന്ന് സൗണ്ട് കേട്ടില്ല, ഉറക്ക് വരുന്നില്ല അല്ലേ. ട്രെയിനിന്റെ പാലത്തിന്റെ അടുത്തുള്ള ആള് ഇവിടെ അടുത്തുണ്ടാ, ആ കടകട 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 കടാന്ന് കേട്ടിട്ട് ഒരു ടൂർ പോയിട്ട് രാത്രി ഉറക്കന്നെ വരുന്നില്ല, വിപൂർത്തിയാനെ ആരോ വിളിച്ച പോലാനെ, അങ്ങനാണ് ഇങ്ങനാണ്, അങ്ങനെ കൊണ്ടുപോയല്ല ഉസ്താ. അങ്ങനല്ലേ ഇപ്പൊ ചില ആൾ അങ്ങനല്ലേ, എന്തോ ആയിനി ഉപദ്രായി എന്നിട്ട് കൊണ്ടുപോയിട്ടാകുമ്പോൾ അയാൾക്ക് മനസ്സിലായി ഇതെന്ത് വലിയ റുവാനിയ ശൈത്താന പിശാച്ചി എന്തോ അല്ല. ഓളെ നേരെ ഓളെ പെരക്കുണ്ടോ ഇന്നല്ലേ, അല്ല ശരിയാവുന്നിട്ടല്ല, എന്താ കൊടുത്തിട്ട് ഇളക്കിയാല പെരക്ക് പോയത് നല്ല ഉറക്ക്. ഇത് സൈത്താന ഉപദ്ര റുവാനി എന്തോ അല്ല. പിന്നെ ഇതിന്റെ സൗണ്ട് കേൾക്കാതെ ഉറക്ക് വരുന്നില്ല, അതിന്റെ കട 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 കട. അത് ഓരോരുത്തന്നെ അങ്ങനെയുണ്ട്. ചില ആൾക്ക് അങ്ങനെയാണ്. ഉറക്ക് നല്ല പറഞ്ഞെങ്കിൽ ചില ആൾക്ക് കുത്തുബോധുമ്പോ തുടങ്ങും ചില ആള് വായി വന്നിട്ട് ഉറങ്ങാൻ. തറാവീഹ് നിസ്കാരത്തിൽ ഉറങ്ങുന്ന ആളുണ്ട് ഇത്ര സ്പീഡ് നിസ്കരിച്ചിട്ട്. അപ്പൊ സ്ലോ നിസ്കരിച്ചെങ്കിൽ അവസ്ഥ എന്തായിട്ടുണ്ടാവും? തറാവീഹ് നിസ്കാരത്തിൽ സലാം കിട്ടുമ്പോ ഒരുത്ത ചെന്ന ഉസ്താദിന്റെ അത്തഹിയാത്ത് വേഗം തീർന്ന്, ടൈം കിട്ടുന്നില്ല അത്തഹിയാത്ത് ഓതാനെന്ന്. അങ്ങനെ ആളെ ഏൽപ്പിച്ചു, അവന്റെ അത്തഹിയാത്ത് എന്താ തീർന്നില്ല എന്നാ മനുഷ്യന്റെ. നോക്കുമ്പോ അത്തഹിയാത്തിൽ എന്നിട്ട് ഉറങ്ങുന്നത്, പിന്നെ അത്തഹിയാത്ത് ഓതാൻ സമയമാണ്. പറച്ചൽ ഉസ്താദിന് കുറച്ച് കടി പിടിയാന്ന്. ഇയാൾ ഉറങ്ങുന്ന വിസി തന്നെ ഇല്ല ഇവിടെ. ഇങ്ങനത്തെ എല്ലാ അവസ്ഥ. ഉറക്ക് എന്നെല്ലാം പറഞ്ഞെങ്കിൽ ലിമിറ്റ് വെച്ചിട്ട് ഉറങ്ങണം. ഉറക്കല്ലാക്ക് ഇഷ്ടമാണ്. ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങേണ്ട പോലെ റാഹത്തിൽ ഉറങ്ങണം. ഉറക്ക് കിട്ടിയില്ലെങ്കിൽ മനുഷ്യന് ഭ്രാന്താകും. ഉറങ്ങണം, നല്ല മാന്യമായിട്ട് ഉറങ്ങണം. ദിക്റിന്റെ സദസ്സിൽ ഉറങ്ങാൻ പാടില്ല, നന്മന്റെ സദസ്സിൽ ഉറങ്ങാൻ പാടില്ല. വെള്ളിയാഴ്ച കുത്തുപോരുമ്പോ ഹാക്കിട്ട് അപ്പുറത്തല്ല അൽഹംദുലില്ലാ നിലവിൽ ഇപ്പുറത്തല്ല ഓൻ സ്വിച്ച് ഇട്ടിട്ടായി ബായി വളർന്നിട്ട് അങ്ങനെ ഉറങ്ങാൻ പാടില്ല. പിന്നെ ബാലക്കാരല്ല ബെസ്റ്റൈല് അങ്ങനത്തെ വിഷയത്തിലേ ഇല്ല. ഓരോ പള്ളിയിലുണ്ടെങ്കിലും ഗെയിം ഓൺലൈനിൽ ഗെയിമിലുണ്ട്. പിന്നെ അവർക്ക് ഉറങ്ങുന്നതാണ് പുറുസത്ത് അല്ലേ, ഉറങ്ങാൻ പുറുസത്ത് വേണ്ട. മിഞ്ഞാന്ന് ഒരുത്തല് ഉസ്താദ് പറഞ്ഞു കുത്തുബാക്ക് വേണ്ടി പോകുമ്പോൾ ട്രേഡിങ് ആയിക്കോണ്ടു മൊബൈലിൽ ഇരുന്നിട്ട്. ആവട്ടെ, മോശം ഒന്നുമില്ല. ട്രേഡിങ് നേരിട്ട് ഉള്ള മൊബൈലും പരയും ജാഗയും സ്വത്തും കിഡ്നി വിൽക്കുന്ന നേരത്തേക്ക് എത്തിയിരുന്നു. ജാഗ്രത ആയിക്കോളി. അത്ര കിട്ടുന്നു ഇത്ര കിട്ടുന്നു, ലാസ്റ്റ് ഇല്ലല്ലോ, എന്തില്ല, അഡ്രസ് ഇല്ല. അങ്ങനെയല്ല എളുപ്പത്തിലല്ല പൈസ ആക്കാൻ പോയാൽ. ഏതുവാകട്ടെ മുഅ്മിനീങ്ങളെ, അള്ളാഹു തന്നതുകൊണ്ട് പൊരുത്തപ്പെടുക. സൗന്ദര്യമാവട്ടെ, വാഹനമാവട്ടെ, മൊബൈലാവട്ടെ, കാറുകളാവട്ടെ, ഭാര്യയാവട്ടെ, മക്കളാവട്ടെ, എന്തുമാകട്ടെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് തന്നത്. ഈ തന്നതിനെ വെളുപ്പിക്കാൻ വേണ്ടിട്ട് എന്തെല്ലാം ഭർത്തി അവസാനം കിഡ്നി പോയി. എന്തെല്ലാന്ന് പറ്റുന്നത് വെളുക്കാൻ വേണ്ടിയിട്ട്.
സൗന്ദര്യമാകാൻ വേണ്ടിയിട്ട് അതൊക്കെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. അള്ളാഹു തന്ന സൗന്ദര്യം പെങ്ങളെ, ലിപ്സ്റ്റിക് ഇടാതെ, മേക്കപ്പ് ഇടാതെ, മുടി സ്ട്രൈറ്റിംഗ് ആക്കാതെ, ഇങ്ങനെയൊക്കെ ചെയ്യാത്ത ഒരു സൗന്ദര്യം റബ്ബ് തആല നമുക്ക് തന്നിട്ടില്ലേ? വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ. എത്ര ആളുകൾക്ക് കൈയില്ല, കാലില്ല, കണ്ണില്ല, കിഡ്നി അടിച്ചുപോയി, കരള് കലങ്ങിപ്പോയി, ബ്രെയിൻ സ്റ്റക്കായി പോയി, ഹാർട്ട് ബ്ലോക്കായി